പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ കലേക്കുറ്റി എന്നാണ് വിളിച്ചിരുന്നത്. വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയൽ. വാസ്കോഡ് ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡ് ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. ലിസ്ബണിൽ നിന്നും പുറപ്പെട്ടത് 1497 ഇന്ത്യയിലെത്തിയത് 1498 1499 ലിസ്ബണിലേക്ക് തിരിച്ചുപോയി. വാസ്കോഡ് ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി അദ്ദേഹത്തിന് ലഭിച്ചത്. വാസ്കോഡ് ഗാമയ്ക്ക് ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി നൽകിയത് മാനുവൽ രാജാവാണ്. വാസ്കോഡ് ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത് 1502, മൂന്നാമതായി എത്തിയത് 1524. ആദ്യം എത്തിയത് 1498, രണ്ടാമതായി 1502, മൂന്നാമതായും അവസാനമായും എത്തിയത് 1524. വാസ്കോഡ് ഗാമ പോർച്ചുഗീസ് വൈസ്രോയായി ഇന്ത്യയിലെത്തിയ വർഷമാണ് 1524. വാസ്കോഡ് ഗാമ അന്തരിച്ചതെന്നാണ് 1524 ഡിസംബർ 24. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. പിന്നീട് ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് 1539. ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നറിയപ്പെടുന്നത് വാസ്കോഡ് ഗാമയാണ്. വാസ്കോഡ് ഗാമയെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. വാസ്കോഡ് ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. കരമാർഗം ഇന്ത്യയിലെ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവൽഹ. കരമാർഗം പെറോഡ കോവൽഹ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. 1488 ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ചു. പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് ആര്? പെഡ്രോ അൽവാരസ് കബ്രാൾ. പെഡ്രോ അൽവാരസ് കബ്രാൾ എത്തിയത് 1500. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് ഇദ്ദേഹം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അൽമേഡയുടെ കാലഘട്ടം 1505 to 1509 വൈസ്രോയിയായ കാലയളവ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ.